രാജ്യത്തിലെ ഏറ്റവും വിശ്വസനീയമായ ബ്രാൻഡ് പടുത്തുയർത്തിയ രത്തൻ ടാറ്റ വിടവാങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായ ടാറ്റ ഗ്രൂപ്പിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ പറയാവുന്ന ഉത്തരം പരിതാപകരമെന്നാണ്. രത്തൻ ടാറ്റയുടെ മരണശേഷം അധികാരം വടംവലിയുടെയും ഭിന്നതയുടെയും വേദിയായി ടാറ്റ സൺസിൻ്റെ ഭൂരിഭാഗം ഓഹരികളും കൈവശമുള്ള ടാറ്റ ട്രസ്റ്റ് മാറിയിരുന്നു. രത്തൻ ടാറ്റയുടെ വ്യക്തിത്വം എല്ലാവരെയും ഒരുമിപ്പിക്കാൻ സഹായിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനും ട്രസ്റ്റ് ചെയർമാനുമായ നോയൽ ടാറ്റയ്ക്ക് അത് സാധിച്ചിട്ടില്ല. ട്രസ്റ്റിലെ മറ്റ് അംഗങ്ങളുമായി നിലപാട് ഏകീകരിക്കുന്നതിൽ നോയൽ ടാറ്റയ്ക്ക് പരാജയം നേരിട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ടാറ്റ സൺസിൽ 18.37% ഓഹരി കൈവശമുള്ള ഷെപ്പൂൺജി പല്ലോൺജി കുടുംബത്തിലെ മെഹ്ലി മിസ്ട്രി നയിക്കുന്ന ട്രസ്റ്റികളുമായാണ് ഭിന്നത ഏറ്റവും രൂക്ഷം. നോയൽ ടാറ്റയുടെ തീരുമാനങ്ങൾ അവഗണിക്കപ്പെടുന്നു, പ്രധാനമായ തീരുമാനങ്ങൾ പങ്കുവെക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 11 നടന്ന ട്രസ്റ്റ് യോഗത്തിൽ മുൻ പ്രതിരോധ സെക്രട്ടറി വിജയ് സിംഗിനെ സ്ഥാനത്ത് നിന്ന് നീക്കി മെഹ്ലി മിനിസ്ട്രിയെ നിയമിച്ചതും ഭിന്നത കൂടുതൽ രൂക്ഷമാക്കിയെന്നാണ് സൂചന. അതേസമയം വേണു ശ്രീനിവാസൻ പുനർനിയമനവും പരിഗണനയിലാണ്. ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ അടുത്തിടെ മുംബൈയിൽ നടത്തിയ ട്രസ്റ്റിമാരുടെ അടിയന്തര യോഗത്തിൽ പ്രശ്നപരിഹാര മാർഗങ്ങൾ തേടിയെങ്കിലും സ്ഥിതി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അതോടൊപ്പം റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുള്ള ടാറ്റ സൺസിന്റെ ലിസ്റ്റിംഗ് വിഷയവും ഗ്രൂപ്പിന് മുന്നിലുള്ള മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. പ്രശ്നങ്ങൾ ഗുരുതരമാകുമ്പോൾ കേന്ദ്ര സർക്കാരും വിഷയത്തിൽ ഇടപെട്ടു. ടാറ്റയുടെ അച്ചടക്കം, ധാർമ്മികത, സുതാര്യത എന്നിവ സംരക്ഷിക്കണമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ട്രസ്റ്റുകളെ പുറത്താക്കാനുള്ള നിർദ്ദേശവും കേന്ദ്രം നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒന്നു മാത്രമാണ്: നോയൽ ടാറ്റയ്ക്ക് രത്തൻ ടാറ്റയുടെ പാത പിന്തുടർന്ന് ട്രസ്റ്റിമാരെ ഒരുമിപ്പിച്ച് ഗ്രൂപ്പിനെ വീണ്ടും ഐക്യത്തിലേക്ക് നയിക്കാനാകുമോ എന്നതാണ് വ്യവസായ ലോകം ഉറ്റുനോക്കുന്നത്.